ഈ ബ്ലാക്ക് ഹോളിന്റെ അപ്പുറത്തെ സൈഡാണ്. അതുകൊണ്ട് തന്നെ അത്ര നേരം ചുറ്റി പോകാനും ബ്ലാക്ക് ഹോളിന്റെ പുള്ളിങ്ങിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഫ്യൂവൽ ഇവരുടെ കയ്യിലില്ല. എന്നാൽ കൂപ്പറിന് വേറൊരു പ്ലാൻ ഉണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ആ ബ്ലാക്ക് ഹോളിന്റെ ഗ്രാവിറ്റി ഫോഴ്സ് യൂസ് ചെയ്ത് ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് നേരെ അപ്പുറത്ത് ചെന്ന് എഡ്മണ്ട് പ്ലാനറ്റിന്റെ ഗ്രാവിറ്റി ഫോഴ്സിന്റെ അകത്തേക്ക് കയറി എഡ്മണ്ട് പ്ലാനറ്റിലേക്ക് ഇറങ്ങാൻ ഇവർക്ക് സാധിക്കും. അങ്ങനെ ആ പ്ലാൻ പ്രകാരം ബ്ലാക്ക് ഹോളിന്റെ ഗ്രാവിറ്റി ഫോഴ്സിലൂടെ സ്ലൈഡ് ചെയ്ത് ബ്ലാക്ക് ഹോളിന്റെ അപ്പുറത്തേക്ക് എത്തുകയും എഡ്മണ്ട് പ്ലാനറ്റിന്റെ ഗ്രാവിറ്റി ഫോഴ്സിലേക്ക് കടക്കാനുള്ള സമയമായി. പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. എന്താണെന്നാൽ ഈ ഒരു മെയിൻ സ്പേസ് സ്റ്റേഷന് ഒരുപാട് വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ മെയിൻ സ്പേസ്ഷിപ്പിൽ നിന്ന് എന്തെങ്കിലും ഇജക്ട് ചെയ്ത് വെയിറ്റ് കുറച്ചാലേ ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ടാർസനുള്ള സ്പേസ്ഷിപ്പായ ലാൻഡർ 1 ഇജക്ട് ചെയ്യാൻ കൂപ്പർ തീരുമാനിക്കുന്നു. അങ്ങനെ സമയമായപ്പോൾ ടാർസന്റെ സ്പേസ്ഷിപ്പ് ഇജക്ട് ചെയ്ത് ബ്ലാക്ക് ഹോളിനുള്ളിലേക്ക് പോകുന്നതിന് മുമ്പ് ടാർസൻ ഗുഡ് ബൈ, സി യു അതർ സൈഡ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ കൂപ്പർ ഉണ്ടായിരുന്ന റേഞ്ചറിന്റെ ഫ്യൂൽ തീരുകയും കൂപ്പർ ഇജക്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. അമേലിയ ഒരുപാട് കരയുന്നുണ്ടെങ്കിലും വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് കൂപ്പർ ഇജക്ട് ചെയ്ത് ബ്ലാക്ക് ഹോളിനുള്ളിലേക്ക് പോകുന്നു. അങ്ങനെ മദർഷിപ്പ് എഡ്മണ്ട് പ്ലാനറ്റിന്റെ ഗ്രാവിറ്റി ഫോഴ്സിന്റെ ഉള്ളിലേക്ക് കടക്കുന്നു. ഇതേ സമയം കൂപ്പർ